സ്മാർട്ട് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിലാണ് കയറിയിട്ട് ആ ബ്രേക്ക് ഒന്നങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ്. അത് ബാക്കിയുള്ളവരെ പറഞ്ഞ് അറിയിക്കേണ്ടി വരും. അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ബേസ് മോഡൽ ആണോ എന്നുള്ളതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിയില്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MG വിൻസറിൻ്റെ എക്സൈറ്റ് മോഡലിനെ കുറിച്ചാണ്. നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് പല ആൾക്കാരിൽ നിന്നും ആദ്യമേ കിട്ടിയ ഒരു റിയാക്ഷൻ, എന്തിനാണ് ഈ വണ്ടി എടുക്കുന്നത്, ഇതിന്റെ ഫേസ് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അത്രമാത്രം ബോറാണോ? എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിട്ടാണ് എനിക്കിതുവരെയും ഫീൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഈ കോ പാസഞ്ചറിന്റെ സൈഡിലുള്ള ചാർജിങ് ലിഡ് ഉള്ളിൽ നിന്നൊന്നും അല്ല കൺട്രോൾ ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നുണ്ട്. മറ്റുള്ള പല ബ്രാൻഡുകളിലും അത് ഉള്ളിൽ നിന്ന് ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ആവാത്ത കേസ് വരുമ്പോൾ ഇത് തന്നെയല്ലേ പ്രാക്ടിക്കല്. ആ ഫ്രണ്ടേജ് ഒന്ന് നോക്കൂ, ആ ബോണറ്റിന്റെ ആ ഒരു ലിഡ്, ചെറിയൊരു ബോണറ്റ്. ഉള്ള സ്പേസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആ ഓറഞ്ച് കളേർഡ് വയേഴ്സ് ആണ്. അത് തന്നെയാണ് ഇലക്ട്രിക് വണ്ടികളുടെ മെയിൻ ഹൈ വോൾട്ടേജ് കേബിൾ ആണത്. പിന്നെ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ വൈപ്പർ വാട്ടർ ടാങ്ക്, 12 വോൾട്ടിൻ്റെ ആ ഓക്സിലറി ബാറ്ററി, EV കൂളൻ്റെ ടാങ്ക്, അതിലുള്ള ആ ഫ്ലൂയിഡാണ് നമ്മുടെ ബാറ്ററി അതുപോലെ മോട്ടറൊക്കെ കൂടുതൽ ഹീറ്റ് വരാതെ ഒരു തെർമൽ മാനേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ കൂടെ കിട്ടിയിട്ടുള്ള 3.3 പോർട്ടബിൾ ചാർജർ. ഈ ചാർജർ നമ്മളൊരു 32 ആംപിയറൊക്കെ വരുന്ന പവർ പ്ലഗിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ MG എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബോക്സ് കണ്ടു. അതതിൻ്റെ കീയൊക്കെ വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത സമയത്താണ് മനസ്സിലായത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യേണ്ട ആ പവർ പ്ലഗും അതിൻ്റെ പ്രൊട്ടക്ഷൻ ബ്രേക്കറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ MGയുടെ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തോട്ട് വളരെയധികം ശ്രദ്ധ, സേഫ്റ്റി കൺസേൺ നോക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നി. സ്മാർട്ട് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിലാണ് കയറിയിട്ട് ആ ബ്രേക്ക് ഒന്നങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. സാധാരണ വരുന്ന സെൻട്രൽ കൺസോളിലെ ആ റോട്ടറി നോബൊന്നും അല്ല ഡ്രൈവ്, പാർക്ക്, ന്യൂട്രൽ, റിവേഴ്സും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ. ഇവിടെ സ്റ്റിയറിങ്ങിന് താഴെ നമ്മൾ വൈപ്പർ കൺട്രോൾ ചെയ്യുന്ന ആ നോബ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അതിലാണ് നമുക്ക് പാർക്ക് അതുപോലെ തന്നെ റിവേഴ്സ്, ഡ്രൈവ്, ന്യൂട്രൽ വരുന്നത്. ഓടിച്ചു നോക്കുന്ന സമയത്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പോലും ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്ന ഫീല് വരുന്നുണ്ട്. അതിന് പുറമെ ഇതിൻ്റെ വീൽ സൈസ് 17 ഇഞ്ചോളം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരുപാട് MG വിൻസറിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഞാനും കണ്ടതാണ്, പലവരും റിവ്യൂ ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചും ഈ വണ്ടിയെ കുറ്റം പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനൊക്കെയാണ്. എന്നാൽ എനിക്ക് ആ ഒരു സസ്പെൻഷൻ്റെ പ്രശ്നം അത്ര കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ പഴയ കാലത്തെ വണ്ടികളുടെയൊക്കെ സസ്പെൻഷൻ നോക്കിയിട്ട് ഈ വണ്ടിയുടെ സസ്പെൻഷനിലോട്ട് നോക്കുമ്പോൾ എത്രയും ഫാർ ബെറ്റർ ആണ് ഈ വണ്ടി. സസ്പെൻഷൻ അത്രയും സ്റ്റിഫാണ്, കുറച്ചുകൂടി മെച്ചപ്പെടുത്തായിരുന്നു എന്നുള്ളത് നമുക്കും തോന്നിയിട്ടുണ്ട്. അത് തോന്നാനുള്ള മെയിൻ കാരണം ഇപ്പോഴത്തെ സസ്പെൻഷൻ ടെക്നോളജി ടാറ്റയിലും മഹീന്ദ്രയിലൊക്കെ വരുന്നത് അത്രയും നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ആ വണ്ടികളെ വെച്ചിട്ട് ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലും വലിയ വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു ബോഡി റോളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഉള്ളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ദിവസം ഈ വണ്ടി ഉപയോഗിച്ചിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലി തോന്നിയത് ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഈ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വണ്ടിയുടെ ഈ സിസ്റ്റത്തിലാണ് ഇതിൻ്റെ എല്ലാ കൺട്രോൾസും വരുന്നത്. റീജനറേഷൻ സെറ്റ് ചെയ്യുന്നതും മോഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ്. ഇതിൽ ആകെ 3 ലെവൽസേ വരുന്നുള്ളൂ. മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ 4 ലെവൽ വരുന്നുണ്ട്. നമുക്ക് ലെവൽ വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. ഇവിടെ അതില്ല. ലൈറ്റ്, നോർമൽ, ഹെവി എന്നുള്ള 3 സിസ്റ്റത്തിലാണ് വരുന്നത്. എന്നാൽ മോഡ്സ് ഇവിടെ കൂടുതലാണ്. 4 മോഡ്സ് ഉണ്ട്. എക്കോ പ്ലസ് ഉണ്ട്, എക്കോ ഉണ്ട്, നോർമൽ ഉണ്ട്, സ്പോർട്ടും ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള കൺട്രോൾ എനിക്ക് അത്ര ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് പെട്ടെന്നൊരു ട്രാഫിക്കിലൊക്കെ എത്തുന്ന സമയത്ത് ആ 1 പെഡൽ സിസ്റ്റം എന്നുള്ളതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെവി റീജന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടച്ച് സ്ക്രീനിൻ്റെ ഉള്ളിൽ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടൊക്കെ സെറ്റപ്പ് ആക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര സുഖമല്ലല്ലോ. റീജനറേഷൻ ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം അല്ലെങ്കിലും സ്പോർട്ട് മോഡിലിട്ടിട്ട് ഏറ്റവും ലൈറ്റിലിട്ടിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം.
38 കിലോ വാട്ടിൻ്റെ LFP പ്രിസ്മാറ്റിക് സെല്ലുകളാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റിൽ 52.9 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ട് വേരിയൻറ്റിലും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 136 PS ആണെങ്കിൽ ടോർക്ക് വരുന്നത് 200 Nm ആണ്. റിയൽ വേൾഡ് റേഞ്ച് വരുന്നത് 38 കിലോ വാട്ട് വേരിയൻറ്റിൽ 332 കിലോമീറ്ററും 52.9 കിലോ വാട്ട് വേരിയൻറ്റിൽ 449 കിലോമീറ്ററുമാണ് പറയുന്നത്. സ്റ്റിയറിംഗിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ബട്ടണിലാണ് ലെഫ്റ്റ് മിററും അതുപോലെ തന്നെ റൈറ്റ് മിററും നമുക്ക് ഒരേ ബട്ടണിൽ തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേ ബട്ടണിൽ തന്നെയാണ് നമ്മൾ AC കൺട്രോളും വരുന്നത്. നമുക്ക് ടച്ച് സ്ക്രീൻ വഴി നമുക്ക് വേണമെങ്കിൽ AC കൺട്രോൾസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതല്ലാതെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്കൊന്ന് ലെഫ്റ്റിലോട്ടൊക്കെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് AC കൺട്രോളിലോട്ട് മാറ്റിയിട്ട് AC കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഈ ബട്ടണിൽ ചെയ്യാം. ഇനി അതിന് പുറമെ ACയുടെ കൺട്രോൾ നമുക്ക് ഇവിടെ ഫാനോ കൺട്രോൾ ചെയ്യാം. തൊട്ടിപ്പുറത്ത് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫിസിക്കൽ സ്വിച്ച് മാത്രമേ വണ്ടിയുടെ ഉള്ളിൽ കാണാനുള്ളൂ. അതായത് ACയുടെ മോഡ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ, പിന്നെ ഹസാർഡ് ലൈറ്റ്, ഡീഫോഗർ അങ്ങനെയുള്ളതൊക്കെ. വണ്ടി ബേസ് വേരിയൻ്റ് ആണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പോലും മനസ്സിലാക്കുന്നത് ഈ സംഭവം കാണുന്ന സമയത്താണ്. അതായത് റിവേഴ്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാം ഇല്ല. ഇത്രയും വലിയൊരു വണ്ടി, അതും റിവേഴ്സ് ക്യാം ഇല്ലാതെ വെറും സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവർക്ക് ജസ്റ്റ് ഒരു ചെറിയ റിവേഴ്സ് ക്യാമറയിലും കൊടുക്കായിരുന്നു. ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ 360 ക്യാമറ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഈ ലെഫ്റ്റ് സൈഡിലാണല്ലോ വൈപ്പറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വരല്. ഇവിടെ ആ ഭാഗത്താണ് നമ്മുടെ ഡ്രൈവ് മോഡ്സിൻ്റെ കൺട്രോൾ വരുന്നത്. എന്നാൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വൈപ്പേഴ്സ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നത്. ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ടെങ്കിലും മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും സെറ്റ് ചെയ്യുക, അതൊക്കെ തന്നെ ആ നോബിൽ തന്നെ, എല്ലാം കൂടെ ആ ഒരു നോബിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡോർ ഗ്ലാസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ സാധാ നോർമൽ ആ സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. വണ്ടി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റും. പാർക്ക് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി. ബാക്ക് സൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കടന്നുറങ്ങി പോകാനുള്ള അത്രയും സ്പേസാണ് ഈ വണ്ടിയിലുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവയുടെ സ്പേസ് ഒക്കെ ഈ വണ്ടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ബാക്കിലുള്ള റിയർ സീറ്റ് രണ്ടെണ്ണം ഞാൻ മടക്കിയിട്ട് ഈ വണ്ടിയിലുള്ള സ്പേസ് നിങ്ങളൊന്ന് നോക്കൂ. MGക്ക് ഇതൊരു 7 സീറ്റർ വെഹിക്കിളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഇറക്കായിരുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓൺ റോഡ് പ്രൈസ് 15,07,400 രൂപക്ക് MG വിൻസറിൻ്റെ ഈ ബേസ് വേരിയൻ്റ് ഒരു വാല്യൂ ഫോർ മണി കാർ തന്നെയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.